നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 29, 2026 ഞായർ. അങ്ങനെ നമ്മൾ ഈ കലണ്ടർ മാസത്തെ അവസാന ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷം വളരെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു വീക്കിലേക്കാണ് ഇന്ത്യൻ മാർക്കറ്റ് എൻ്റർ ആകാൻ വേണ്ടി പോകുന്നതും. ആകെ 3 ട്രേഡിംഗ് സെഷനുകൾ മാത്രമേ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രവൃത്തി ദിവസമായിരിക്കുകയുമുള്ളൂ. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. മാർച്ച് മാസം ഗ്ലോബൽ മാർക്കറ്റ് എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റും ആരംഭം കുറിച്ചത് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളെ തുടർന്ന് തന്നെയാണ്. തൽഫലമായി തുടർച്ചയായി 4 ആഴ്ചയിലും ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി തന്നെ വീക്ക്ലി ബേസിസിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കഴിഞ്ഞ ആഴ്ചയിലും നിഫ്റ്റിക്ക് 1.3% ഇടിവ് വീക്ക്ലി ബേസിസിലും നേരിടേണ്ടി വന്നു. നിലവിൽ ഈ 4 ആഴ്ച കൊണ്ട് നിഫ്റ്റിക്ക് 9% ഇടിവും നേരിടേണ്ടതായിട്ടും വരികയും ചെയ്തു. ഇനി ഈ വരാൻ പോകുന്ന ആഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനമായും 8 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിയും. ആദ്യമായി തന്നെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിയെയും സ്വാധീനിക്കുക. കോവിഡിന് ശേഷം ലോകം ഫേസ് ചെയ്ത 2 പ്രശ്നങ്ങളായിരുന്നു റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നവും കൂടാതെ ഇസ്രായേലും ഹമാസും നടന്ന പ്രശ്നങ്ങളും. എന്നാൽ റഷ്യ യുക്രൈൻ പ്രശ്നം 3 വർഷങ്ങളായിട്ട് തുടർന്നു പോകുന്നുണ്ടെങ്കിലും മാത്രമല്ല 2 വർഷമായിട്ട് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയിട്ടും അത് ലോകത്തെ ആകമാനം ബാധിക്കുകയുണ്ടായില്ല. എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് മുന്നേ ഇസ്രായേലും ഇറാനും തമ്മിൽ ആരംഭിച്ച പ്രശ്നങ്ങൾ ലോകത്താകമാനം വളരെ പെട്ടെന്ന് തന്നെ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുകയും ചെയ്തു. അതിന്റെ ഒരു പ്രതിഫലനം നമ്മുടെ അടുക്കളയിൽ വരെ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഫിനാൻസ് മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന സൂചനകൾ പ്രകാരം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ ബാധിക്കുകയുണ്ടായി. കാരണം കഴിഞ്ഞ മാസം ഫെബ്രുവരി 2026 വരെ ഇന്ത്യൻ ഇക്കോണമിക്ക് റോബസ്റ്റ് ആയിട്ട് തന്നെ നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഫിനാൻസ് മിനിസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് വന്ന മുന്നറിയിപ്പുകൾ പ്രകാരം വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസിനെ തുടർന്ന് ഇന്ത്യൻ ഇക്കോണമിക്ക് ക്ഷീണമേൽക്കാൻ തുടങ്ങി എന്നുള്ള സൂചനകളും നൽകുകയും ചെയ്തു. ഇന്ത്യയെ മാത്രമല്ല ലോകത്താകമാനം ഈ ഒരു പ്രശ്നം ബാധിക്കുന്നുമുണ്ട്. കൂടാതെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളിൽ ആദ്യ 4 ആഴ്ചകളിൽ ലോകത്തിന്റെ ഇടനാഴിയായ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നെങ്കിൽ പ്രശ്നങ്ങൾ ചെങ്കടലിലേക്കും വ്യാപിക്കുന്ന കാഴ്ചയാണ് ഈ വീക്കെൻഡോടുകൂടി തന്നെ കാണാനായിട്ടും സാധിക്കുക. ഹൂതികളുടെ ഭാഗത്ത് നിന്നും ചെങ്കടലില് ഇറാൻ വിരുദ്ധ ചേരിക്കുള്ള ആക്രമണം ആരംഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ലോകമാകമാനം വളരെ ഒരു ദുർഘടമായ അവസ്ഥയിലേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നതും. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തന്നെയായിരിക്കും പരമപ്രധാനമായിട്ടും ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിവിധികളെയും സാരമായ രീതിയിൽ തന്നെ ബാധിക്കുന്നത്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ശക്തമായ ഉയർച്ച രേഖപ്പെടുത്തി. കൂടാതെ US മാർക്കറ്റുകൾക്കും യൂറോപ്യൻ മാർക്കറ്റ്സുകൾക്കൊക്കെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എങ്കിലും ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്നും കാര്യമായ പോയിന്റുകളൊന്നും ചോർന്നു പോവുകയും ചെയ്തില്ല. ആകെ 0.25% അഥവാ 57.5 പോയിന്റുകളുടെ നഷ്ടം മാത്രമേ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ പ്രതിഫലിക്കുന്നുമുള്ളൂ. പക്ഷെ നാളത്തെ ഓപ്പണിംഗ് റേഞ്ച് നാളെ രാവിലെ 6:30 മാർക്കറ്റ് വീണ്ടും വ്യാപാരം പുനരാരംഭിക്കുമ്പോഴേ അറിയുവാനായിട്ടും സാധിക്കുകയുള്ളൂ. അതിനെക്കുറിച്ചൊക്കെ രാവിലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ഒന്നിലധികം ട്രേഡിംഗ് ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു. മാത്രമല്ല അത് ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ വർദ്ധിക്കുന്ന കാഴ്ചയാണ് കാണുന്നതും. ചൊവ്വാഴ്ച മാർച്ച് 31 ശ്രീ മഹാവീർ ജയന്തിയോടനുബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിന് അവധിയായിരിക്കും. ആയതിനാൽ തന്നെ നിഫ്റ്റിയുടെ 31 നടക്കേണ്ട മന്ത്ലി എക്സ്പയറി നാളെ 30 തിങ്കളാഴ്ചയുമായിരിക്കും. തുടർന്ന് നമ്മൾ ഏപ്രിൽ മാസത്തിലേക്ക് കടക്കുകയാണ്. ഏപ്രിൽ 3 വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ ആയതിനാൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ്. ആയതിനാൽ തന്നെ പ്രായോഗികമായി തിങ്കൾ, ബുധൻ, വ്യാഴം 3 ട്രേഡിംഗ് സെഷൻ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ആഴ്ചയിൽ വ്യാപാരവും നടക്കുകയുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഡൊമസ്റ്റിക്കലിയും ഗ്ലോബലിയും പ്രധാനപ്പെട്ട ഇവന്റുകൾ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ലായിരുന്നെങ്കിൽ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ എസ്പെഷ്യലി US നിന്നും പ്രധാനപ്പെട്ട ഡേറ്റകളുടെ റിലീസ് ഉണ്ട്. മാർച്ച് 31 ചൊവ്വാഴ്ച ഫെബ്രുവരി മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡേറ്റയുടെയും ഏപ്രിൽ 1 ഫെബ്രുവരി മാസത്തെ റീറ്റെയിൽ സെയിൽസിന്റെയും മാർച്ച് മാസത്തെ ISM മാനുഫാക്ചറിംഗ് ഡേറ്റകളുടെ റിലീസ് ഉണ്ട്. ഇതിനു പുറമെ ഏപ്രിൽ 3 US നിന്നും മാർച്ച് മാസത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിന്റെയും നോൺ ഫാം പേറോൾസിന്റെയും ഡേറ്റകളുടെ റിലീസും നടക്കാനിരിക്കുന്നു. എസ്പെഷ്യലി US നിന്നുമുള്ള എംപ്ലോയ്മെന്റ് റിപ്പോർട്ടും മാർച്ച് മാസത്തെ പേറോൾസ് റിപ്പോർട്ടും മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുമെന്നുള്ളതിനാൽ തന്നെ ഈ 2 ഡേറ്റകളും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതിനു പുറമെ ഇന്ത്യയിൽ നിന്നും മാർച്ച് 30 അതായത് നാളെ വൈകുന്നേരം 4 മണിയോടുകൂടി ഫെബ്രുവരി മാസത്തെ ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെയും മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ഡേറ്റയുടെയും റിലീസുകളുണ്ട്. വെള്ളിയാഴ്ച വീണ്ടും നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലകളിൽ അതിശക്തമായ ഉയർച്ച അനുഭവപ്പെടുകയുണ്ടായി. ബ്രെന്റ് ക്രൂഡിന്റെ വില 3.5% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 112.5
$5.50 per ബാരൽ എന്ന നിലയിലേക്കും ക്രൂഡ് ഓയിലിന്റെ വില 2.5% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് $98.09 per ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ അതിശക്തമായ വില ഉയർന്നതിനെ തുടർന്ന് ട്രംപിന്റെ 48 മണിക്കൂറത്തെ വെടിനിർത്തൽ പ്രഖ്യാപനവും തുടർന്ന് 5 ദിവസത്തേക്ക് വീണ്ടും അധികമായി നൽകിയ സമയത്തെ തുടർന്ന് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അനുഭവപ്പെട്ട ഇടിവ് എണ്ണയുടെ വിലയെ കൂൾ ഓഫ് ആക്കുവാൻ സഹായിച്ചില്ല. വീണ്ടും എണ്ണയുടെ വിലയ്ക്ക് തീപിടിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണുവാനായിട്ടും സാധിക്കുക. പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ വീണ്ടും അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മാത്രമല്ല ടോപ്പ് ഓയിലിന്റെ സിഇഒ ലോകത്തിനാകമാനം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് ഇറാൻ യുദ്ധം ലോകം ചിന്തിക്കുന്നതിലപ്പുറം വിപണിക്ക് ആഘാതം സൃഷ്ടിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുകയും ചെയ്തത്. ഏകദേശം 4 വർഷങ്ങൾക്ക് ശേഷം അഥവാ ജൂൺ 13, 2022 ശേഷം ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വില ആദ്യമായിട്ടാണ് ഇത്രയും അധികം ഉയർച്ച രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ വീണ്ടും ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വില ശക്തമായി ഉയരുകയാണെങ്കിൽ അത് ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും വലിയ രീതിയിൽ തന്നെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ചയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. മാത്രമല്ല ഈ കലണ്ടർ മാസം മാർച്ച് മാസം അവസാനിക്കാൻ ആകെ ഒരു ട്രേഡിംഗ് സെഷൻ മാത്രം ബാക്കി നിൽക്കുമ്പോൾ എല്ലാ ട്രേഡിംഗ് സെഷനിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്ന് വിറ്റിറങ്ങുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ഉൾപ്പെടെ ഈ മാസം മാത്രം 1.14 ലക്ഷം കോടി രൂപയ്ക്കാണ് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും അവർ വിറ്റിറങ്ങി പോവുകയും ചെയ്യുകയുണ്ടായത്. ഇനി വരാൻ പോകുന്ന ആഴ്ചയിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ പ്രകാരം 23,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് നിഫ്റ്റിക്ക് നിലനിൽക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ 22,500 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഒരുപക്ഷെ സൈക്കോളജിക്കൽ സപ്പോർട്ട് ആണെങ്കിൽ കൂടിയിട്ടും 22,470 എന്ന ലെവൽ, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ പാനിക് ലോ ലെവൽ ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടെ തന്നെയാണ്. ആയതിനാൽ തന്നെ 22,470 എന്ന ലെവൽ നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നാൽ ഒരുപക്ഷെ 22,000 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണവും തള്ളിക്കളയാനാവുകയുമില്ല. എന്നാൽ അതേസമയം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ ആദ്യമായി തന്നെ സൈക്കോളജിക്കൽ ലെവലായ 23,000 എന്ന ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് തുടർന്ന് 23,150 എന്ന ലെവലും അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കേണ്ടതായിട്ടുമുണ്ട്. അങ്ങനെ നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ തുടർന്ന് 23,500 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ത്യ വിക്സും അതിശക്തമായ ഉയർച്ചയാണ് കഴിഞ്ഞ ആഴ്ചയിലും രേഖപ്പെടുത്തുകയും ചെയ്തത്. ഏകദേശം 18% ഉയർച്ച വീക്ക്ലി ബേസിസിൽ ഇന്ത്യ വിക്സ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിനെ തുടർന്ന് 2024 ജൂൺ 4 ശേഷം ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ വിക്സ് 27 എന്ന ലെവൽ മറികടക്കുകയും ചെയ്തത്. മാത്രമല്ല 26.80 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യ വിക്സ് ക്ലോസിംഗും രേഖപ്പെടുത്തി നിലകൊള്ളുന്നത് വെള്ളിയാഴ്ച. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഒരുപക്ഷെ ഇന്ത്യ വിക്സ് അതിശക്തമായി ഉയർച്ച രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് വീണ്ടും നമ്മുടെ മാർക്കറ്റിനെ അസ്ഥിരപ്പെടുത്താനും ഇടയാക്കും. ഇന്ത്യൻ രൂപയ്ക്ക് കഴിഞ്ഞ ആഴ്ചയിലും അതിശക്തമായ ഇടിവ് US ഡോളറിനെതിരെ നേരിടേണ്ടി വന്നു. വെള്ളിയാഴ്ച മാത്രം ഏകദേശം 1% ഇടിവും ഇന്ത്യൻ രൂപയ്ക്ക് നേരിടേണ്ടതായിട്ട് വരികയും ഉണ്ടായി. മാത്രമല്ല 94 എന്ന ലെവൽ മറികടന്നുകൊണ്ട് 94.84 എന്ന ലെവലിലായിട്ടാണ്, അതായത് റെക്കോർഡ് ലോയിലാണ് ഇന്ത്യൻ രൂപയ്ക്ക് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായത്. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും അമേരിക്കൻ ഡോളറിനെതിരെയുള്ള ഇന്ത്യൻ രൂപയുടെ പ്രകടനം നോക്കിക്കാണേണ്ടതായിട്ടുമുണ്ട്. വീണ്ടും ക്രൂഡ് ഓയിലിന്റെയൊക്കെ വിലയിൽ അതിശക്തമായ ഉയർച്ച രേഖപ്പെടുത്തുകയാണെങ്കിൽ അതനുസരിച്ച് അത് വീണ്ടും ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെയുള്ള ഇടിവ് ശക്തമായി തന്നെ തുടരാനും അത് വഴിതെളിക്കും. എന്നാൽ RBIയുടെ ഭാഗത്ത് നിന്നും പുതിയൊരു നീക്കം വരുന്നുണ്ട്. അതായത് വിദേശ വിനിമയ വിപണിയിൽ രൂപയുടെ മൂല്യം ഓരോ പ്രവൃത്തി ദിവസത്തിന്റെയും അവസാന $100 മില്യൺ പരിമിതപ്പെടുത്തുവാൻ ഇന്ത്യൻ സെൻട്രൽ ബാങ്ക് വെള്ളിയാഴ്ച ബാങ്കുകളോട് നിർദ്ദേശിച്ചു. മാത്രമല്ല അംഗീകൃത ഡീലർമാർ ഏപ്രിൽ 10 ഈ നടപടി പാലിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ള പ്രഖ്യാപനവും സെൻട്രൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തു. ഈ സാമ്പത്തിക വർഷത്തിൽ മാത്രം ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ 11% ഇടിവ് നേരിടേണ്ടതായിട്ടും വന്നു. മാത്രമല്ല ഈ ക്വാർട്ടറിൽ, അതായത് അവസാനത്തെ 3 മാസങ്ങൾ കൊണ്ട് മാത്രം ഏകദേശം 5% ഇടിവാണ് US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് നേരിടേണ്ടതായിട്ടും വന്നത്. അവധികൾ കൊണ്ട് പ്രവൃത്തി ദിനങ്ങൾ വെട്ടിക്കുറഞ്ഞ ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിൽ ഈ ആഴ്ചയിൽ നിശബ്ദമായിട്ടാണ് നിലനിൽക്കുന്നതും. മെയിൻ ബോർഡിലേക്കോ SMEയിലേക്കോ പുതിയ IPOs ഒന്നും സബ്സ്ക്രിപ്ഷന് വേണ്ടി ഓപ്പൺ ആകുന്നില്ല. ആകെ മെയിൻ ബോർഡിലേക്ക് 3 IPOസിന്റെ ലിസ്റ്റിംഗും SME സെഗ്മെന്റിലേക്ക് 3 IPOസിന്റെ ലിസ്റ്റിംഗുമാണ് ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നടപ്പിലാവുകയും ചെയ്യുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. കോൾ ഇന്ത്യ 3,300
കോടി രൂപ ചെലവഴിച്ച് 8 പുതിയ കോക്കിംഗ് കൽക്കരി വാഷറുകൾ കമ്പനി സ്ഥാപിക്കും. അദാനി എന്റർപ്രൈസസ് ലിമിറ്റഡ്, അദാനി ഡിഫൻസ് ഇന്ത്യൻ സൈന്യത്തിന് 2000 തദ്ദേശീയമായി നിർമ്മിച്ച ലൈറ്റ് മെഷീൻ ഗണ്ണുകൾ നൽകുകയും ചെയ്തു. അരവിന്ദ് സ്മാർട്ട് സ്പേസസ് സാന്താക്രൂസിൽ 300 കോടി രൂപയുടെ പ്രൊജക്ടുമായി മുംബൈ റിയൽ എസ്റ്റേറ്റ് വിപണിയിലേക്ക് കമ്പനി പ്രവേശിച്ചു. സമ്മാൻ ക്യാപിറ്റൽ ലിമിറ്റഡിന്റെ നിയന്ത്രണ ഓഹരികൾ അവനീർ ഇൻവെസ്റ്റ്മെന്റ് RSE ലിമിറ്റഡ് ഏറ്റെടുക്കുന്നതിന് സെബിയുടെ ഭാഗത്ത് നിന്നും അംഗീകാരം നൽകി. വേദാന്ത റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ട് പ്രകാരം വേദാന്ത ലിമിറ്റഡ് അടുത്ത മാസം ആദ്യം 5 ലിസ്റ്റഡ് കമ്പനികളായിട്ട് വിഭജിക്കാനുള്ള പദ്ധതി പൂർത്തിയാകുമെന്ന് ഉള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. GR ഇൻഫ്ര പ്രോജക്ട്സ് 1453 കോടി രൂപയുടെ പുതിയ പ്രോജക്ട് NHAIയുടെ ഭാഗത്ത് നിന്നും കമ്പനിക്ക് ലഭിച്ചു. CMS ഇൻഫോ സിസ്റ്റംസ് FSS ATM മാനേജ്മെന്റ് ആസ്തികൾ 115 കോടി രൂപയ്ക്ക് കമ്പനി സ്വന്തമാക്കി. ജൂബിലൻ ഫുഡ് വർക്ക്സ് LPG ക്ഷാമം കാരണം ഡൊമിനോസ് പിസയുടെ ചില സ്റ്റോറുകൾ പരിമിതമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള അറിയിപ്പ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വന്നു. തെർമാക്സ് 800 മെഗാവാട്ട് അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാന്റിനായി കമ്പനിയുടെ അനുബന്ധ സ്ഥാപനത്തിന് 1600 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. എൻവിഡിയോ ഇൻഫ്ര എഞ്ചിനീയേഴ്സ് NTPCയിൽ നിന്ന് 664.3 കോടി രൂപയുടെ EPC കരാർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.